ഞാൻ സിസ്റ്റർ ഷെറിൻ CSN നസ്രത്ത് ഫാമിലി റിട്രീറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ബേസിക്കലി ഞാനൊരു ഫാമിലി കൗൺസിലറാണ്, സൈക്കോളജിസ്റ്റാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിന് ഒരു മാജിക് ഫോർമുല. പ്രസിദ്ധ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ജോൺ ഗോട്ട്മാൻ കണ്ടെത്തിയ ഒരു ഫോർമുല. അദ്ദേഹം നീണ്ട 40 വർഷം ദമ്പതികളുടെ ഇടയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. സംതൃപ്തകരമായ കുടുംബജീവിതം നയിക്കുന്നവരുടെ ഇടയിലാണ് ഗവേഷണങ്ങൾ നടത്തിയത്. എന്നും വഴക്കുണ്ടാക്കുന്നവരുടെ ഇടയിലല്ല, അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കാത്തവരുടെ ഇടയിലും അല്ല സന്തോഷവും സംതൃപ്തിയും എന്ന് അദ്ദേഹം കണ്ടെത്തി. പ്രത്യേകിച്ച് വഴക്കുണ്ടാക്കിയാലും ഒരു പ്രത്യേക രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ മുന്നോട്ട് പോകാൻ കഴിയും. 1:5 എന്ന ഫോർമുലയാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതായത് ഒരു ചെറിയ വഴക്കുണ്ടായാൽ പോലും 5 പ്രാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഞാൻ ഓർക്കുന്നത് എൻ്റെ അടുത്ത് വന്ന ഒരു ദമ്പതിയുടെ ജീവിതമാണ്. കുറേ കാലങ്ങളായിട്ട് എനിക്ക് അവരെ നല്ല പരിചയമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. തിരിച്ചറിവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവർ കുടുംബത്തിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. എന്നാൽ തിരിച്ചറിവ് വന്ന ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു 1:5 എന്ന ഫോർമുലയിൽ അവർ ജീവിക്കാനിടയായി. മക്കളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും അതേ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്നു. എന്നാൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ പരസ്പരം ക്ഷമ ചോദിക്കാനും അതുപോലെ നല്ല കാര്യങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതം നയിക്കാനും എപ്പോഴും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അടുത്തയിടെ അദ്ദേഹത്തിന് പാൻക്രിയാസ് ക്യാൻസർ ഉണ്ടായി. അപ്പോൾ ഞാൻ കാണാനായിട്ട് ചെന്നപ്പോൾ എന്നോട് ഭർത്താവും ഭാര്യയും ഒരേ മനസ്സോടെ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ, എന്തുമാത്രം ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായാലും ഞങ്ങളുടെ ഇടയിലുള്ള സന്തോഷമോ സംതൃപ്തിയോ സമാധാനമൊന്നും കെട്ടുപോകുന്നില്ല. ഞങ്ങൾക്ക് ചുറ്റും കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ ദൈവം ഞങ്ങളെ നയിക്കുന്നു. തീർച്ചയായിട്ടും ഈ 1:5 ഫോർമുല ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ തന്നിലും തൻ്റെ പങ്കാളിയിലും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ അത് ജീവിതത്തെ ആകമാനം ബാധിക്കും. അതേസമയം നേരെ മറിച്ച് 5:1 എന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 കുറവുകളുണ്ടാകുമ്പോൾ ചെറിയൊരു നന്മ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അവിടെ അകൽച്ചയാണ് ഉണ്ടാകുക, വഴക്കുണ്ടാകുന്നതിലല്ല. ദമ്പതികൾ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകാം, പക്ഷേ അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വഴക്കുണ്ടാക്കുന്നതിനിടയിലും തങ്ങളുടെ ജീവിത പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ, സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കാനായിട്ട് കഴിയും. സാധാരണ പറയാറുണ്ട്, ദമ്പതിമാർ വരുമ്പോൾ പറയും, ചിലപ്പോൾ ഭാര്യ പറയും, എനിക്കൊരു മൂഡില്ല. ഈ മൂഡ് എവിടെ നിന്ന് കിട്ടണേ? യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ മൂഡ് നഷ്ടപ്പെടുക, അതുപോലെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ കുറച്ചുകൂടി നമ്മൾ ബോധപൂർവം ഒന്ന് പരിശ്രമിച്ചാൽ, ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയും. മൂഡ് തന്നെ ഉണ്ടാകുകയല്ല, മറിച്ച് നമുക്ക് നല്ല കാര്യം ചെയ്യാനും സഹകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്തു കൊടുക്കുമ്പോഴാണ് നല്ല മൂഡ് നമുക്കുണ്ടാകുക. അപ്പം മൂഡിനനുസരിച്ച് ജീവിക്കാൻ പോയാൽ ജീവിതത്തിൽ എപ്പോഴും പരാജയമായിരിക്കും. വഴക്കുണ്ടാകുക എന്ന് പറയുന്നത് ഒരു അവസരമായിട്ട് കാണണം. ജീവിത പങ്കാളിയുടെ വൈകാരിക ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള നല്ലൊരു അവസരമാണ് വഴക്കുണ്ടാക്കുന്നത്. കാരണം സന്തോഷമായിട്ടിരിക്കുമ്പോൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയും. അപ്പോൾ ജീവിത പങ്കാളി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ ആ വഴക്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവൾ പറഞ്ഞ വാക്കുകളുടെ പുറകിലുള്ള ഇമോഷണൽ നീഡ്സ് മനസ്സിലാക്കി
അത് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനും അവരുടെ ഇമോഷൻസിന് വാലിഡേറ്റ് ചെയ്യാനൊക്കെ കഴിയും. അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പ്രതിപാദിച്ച ആ ദമ്പതികളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അവരെപ്പോഴും എന്തെങ്കിലും ചെറിയ കാര്യത്തിലൊക്കെ വഴക്കുണ്ടാകുകയോ ഇഷ്ടക്കുറവുകൾ ഉണ്ടാകുകയോ ചെയ്താൽ അദ്ദേഹം പുറത്തു പോയാൽ ഭാര്യയെ വിളിക്കാൻ സന്നദ്ധനാണ്. ഭാര്യ അതുപോലെ തന്നെ അദ്ദേഹം പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കാനായിട്ട് വരുമ്പോൾ തന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് സ്വീകരിക്കാനായിട്ടൊക്കെ റെഡിയാകുന്നു. അങ്ങനെ അവരുടെ ഇടയിൽ മുൻപ് ആ പ്രശ്നങ്ങളെ അവർ തന്നെ തരണം ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ ആ നാളിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു ഇൻറ്റിമസി, ആ ഒരു ഹൃദയ അടുപ്പം ഇപ്പം ഞങ്ങൾക്ക് കൂടി കൂടി വരികയാണ്. ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു അടുപ്പം, ഈ ഒരു ഇൻറ്റിമസി ഞങ്ങൾക്ക് ശക്തി തരുന്നു എന്നതാണ്. നമുക്ക് ഈ ഫോർമുലയിൽ ജീവിക്കാം. വഴക്കുണ്ടാകുന്നതിലല്ല, അതിനോട് പോസിറ്റീവായി പ്രതികരിച്ച് ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമുക്ക് കുടുംബജീവിതം മനോഹരമായിട്ട്, ദാമ്പത്യ ജീവിതം സംതൃപ്തകരമായ ജീവിതത്തിൽ നയിക്കാനായിട്ട് കഴിയും. സംതൃപ്തകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, സിസ്റ്റർ ഷെറിൻ CSN.